ഡൽഹിയിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ നിരാഹാര സമരം നടത്തിയ സോനം വാങ്ചുക്കിനെ കസ്റ്റഡിയിലെടുത്ത് നീക്കി. സഫ്ദർജംഗ് ആശുപത്രിയിലേക്കാണ് വാങ്ചുക്കിനെ മാറ്റിയത്. ജന്തർ മന്ദറിലെ സമരപന്തലിൽ CJP പ്രവർത്തകരുമായി സംഘർഷമുണ്ടായി. ലാത്തി ചാർജ് നടന്നതായും CJP പ്രവർത്തകർ ആരോപിച്ചു. ബാലഗോപാൽ വിവരങ്ങളുമായി ചേരുന്നു. ബാലഗോപാൽ, ഗുഡ് മോർണിംഗ്. ഈ CJP പ്രവർത്തകർ പ്രതിഷേധിച്ചത് സോനം വാങ്ചുക്കിനെ ഡൽഹി പോലീസ് എത്തി അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ പ്രതിരോധം തീർത്തപ്പോഴായിരുന്നു. രാവിലെയാണ് വളരെ തികച്ചും അപ്രതീക്ഷിതമായി ഡൽഹി പോലീസ് ഈ സോനം വാങ്ചുക്കിനെ ജന്തർ മന്ദറിൽ നിന്ന് ആശുപത്രിയിലേക്ക് കസ്റ്റഡിയിലെടുത്ത് മാറ്റുന്നത്. 20 ദിവസമായി ഈ ജന്തർ മന്ദറിൽ അദ്ദേഹം ഈ നിരാഹാര സമരം അനുഷ്ഠിച്ചു വരികയായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടത്തിയ പരിശോധനയിൽ ഈ ഡോക്ടർമാരൊക്കെ നടത്തിയ പരിശോധനയിൽ സോനം വാങ്ചുക്കിന്റെ ആരോഗ്യനില മോശമാകുന്ന ഒരു സാഹചര്യം ആയിരുന്നു എന്ന റിപ്പോർട്ടുകളൊക്കെ നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ സോനം വാങ്ചുക്കിനോട് ഈ നിരാഹാര സമരം അനുഷ്ഠിക്കുന്നത് അവസാനിപ്പിക്കണമെന്ന് വിവിധ രാഷ്ട്രീയ പാർട്ടികളും നേതാക്കളുമൊക്കെ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ 20-ാം തീയതി കോക്രോച്ച് ജനതാ പാർട്ടി ഡൽഹിയിൽ ഒരു പാർലമെന്റ് മാർച്ച് ആഹ്വാനം ചെയ്തിരുന്നു. ആ മാർച്ച് പൂർത്തിയാകുന്നത് വരെ താൻ നിരാഹാര സമരം തുടരുമെന്നായിരുന്നു സോനം വാങ്ചുക്ക് അറിയിച്ചിരുന്നത്. ഇതിനിടയിലാണ് ഇന്ന് രാവിലെ 6 മണിക്ക് ശേഷം ഡൽഹിയിലെ ജന്തർ മന്ദറിൽ വലിയ തോതിലുള്ള പോലീസ് വിന്യസിച്ചത്. പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഈ സോനം വാങ്ചുക്കിനെ ആശുപത്രിയിലേക്ക് മാറ്റുകയാണ് ഉണ്ടായിരുന്നത്. വളരെ കുറച്ച് കോക്രോച്ച് ജനതാ പാർട്ടി നേതാക്കൾ മാത്രമായിരുന്നു ആ സമയം അവിടെ ഉണ്ടായിരുന്നത്. ഈ സമയം ഡൽഹിയിൽ മറ്റൊരു സ്ഥലത്ത്, അതായത് ഒരു പാർലമെന്റ് അംഗത്തിന്റെ വസതിയിൽ അഭിജിത് ദീക്ക ഉൾപ്പെടെയുള്ള കോക്രോച്ച് ജനതാ പാർട്ടിയുടെ നേതാക്കൾ ഉണ്ടായിരുന്നു. അവിടെ വളഞ്ഞ് അവരെ പുറത്തേക്ക് വരുന്നതിന് പോലീസ് തടയുകയും ചെയ്തിരുന്നു. സോനം വാങ്ചുക്കിന്റെ ഈ ആശുപത്രിയിലേക്ക് മാറ്റുന്ന സമയത്ത് ജന്തർ മന്ദറിൽ ചെറിയ തോതിലുള്ള സംഘർഷം ഉണ്ടായിരുന്നു. കാരണം അവിടെ ഉണ്ടായിരുന്ന കോക്രോച്ച് ജനതാ പാർട്ടിയിലെ വിരലിലെണ്ണാവുന്ന പ്രവർത്തകർ അവർ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തി. തുടർന്ന് ഡൽഹി പോലീസ് അവരെ നേരെ ലാത്തി ചാർജ് നടത്തിയെന്നാണ് ഇപ്പോൾ കോക്രോച്ച് ജനതാ പാർട്ടി അവകാശപ്പെടുകയും ചെയ്യുന്നത്. സോനം വാങ്ചുക്കിനെ നിലവിൽ ഡൽഹിയിലെ സഫ്ദർജംഗ് ആശുപത്രിയിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആരോഗ്യനില അല്പം മോശമാണ് എന്നാണ് ഈ പോലീസുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ആശുപത്രിയിലും സോനം വാങ്ചുക്ക് ഈ നിരാഹാര സമരം തുടരുന്നുണ്ടോ എന്ന കാര്യത്തിൽ ഇപ്പോൾ ഒരു വ്യക്തതയില്ല. കാരണം എന്താണ് സംഭവിച്ചത് എന്നതിനെ സംബന്ധിച്ച് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഈ കേന്ദ്ര തലത്തിലുള്ള അല്ലെങ്കിൽ നേതൃത്വത്തിലുള്ളവർക്ക് പോലും കൃത്യമായ ഒരു ധാരണ ഇതുവരെ ലഭിച്ചിട്ടില്ല. നിലവിൽ ഇപ്പോഴും ജന്തർ മന്ദറിൽ വലിയ തോതിലുള്ള പോലീസ് വിന്യാസമുണ്ട്. സമരം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നാണ് ഇപ്പോൾ കോക്രോച്ച് ജനതാ പാർട്ടി അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. മോത്തി, ശരി. ബാലഗോപാലാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. ജന്തർ മന്ദറിൽ നിന്നും സോനം വാങ്ചുക്കിനെ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് ചെയ്ത് ആശുപത്രിയിലേക്ക്, സഫ്ദർജംഗ് ആശുപത്രിയിലേക്ക് നീക്കിയിട്ടുണ്ട്. 20 ദിവസം പിന്നിടുകയാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഈ നിരാഹാരം. തുടർന്ന് ആരോഗ്യം വഷളായിരുന്നു. തുടർന്നാണ് ഡൽഹി പോലീസ് എത്തി കസ്റ്റഡിയിലെടുത്ത് നീക്കിയത്.